എല്ലാവർക്കും വണക്കം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ലൈബ്രറി കൗൺസിലിന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, സ്വാഗതത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, ഇതൊരു 3 വർഷം മുമ്പ് വരെ ഇത് തമിഴ് ഭാഷ പൂർത്തി. എനിക്ക് ആദ്യം ഒരു എതിർപ്പ് കാലസഭയാണ്. ഇത് തമിഴ് എഴുതുന്നത് മാർക്സ് ഒരു കുറ്റവാളിയാണ്. അർത്ഥ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു ആവേശം. തമിഴ് ഭാഷ പോട്ടിയെ മാറ്റി നമ്മുടെ തമിഴ് ഭാഷ വിഴ ഉത്സവം ഉത്സവമാകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്റെ ഉദ്ഘാടനം ഞാൻ 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെല്ലാവരും പോയിട്ട് ഈ ശർമൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പാട്ടും എല്ലാവരും ആ പാട്ട് പാടുമ്പോഴാണ് നമ്മൾ ഉത്സവത്തിലേക്ക്. തമിഴ് വായന മത്സരത്തെ പറ്റിയിട്ട് വായനോത്സവത്തെ പറ്റി ഇത് പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഒരു പദ്ധതിയാണ്, സംസ്ഥാന പദ്ധതിയാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂര്, പാലക്കാട്, മണ്ണാർക്കാട്, അട്ടപ്പാടി ഈ 3 മേഖലകളിലാണ് ഈ വായനോത്സവം നടത്തുന്നത്. കുറച്ച് വർഷങ്ങളായി നമ്മൾ ഇത് നടത്തുന്നു. ഇതിന്റെ ചരിത്രം ഒന്ന് സൂചിപ്പിക്കാറുണ്ട്. ശിവൻ സാർ ഇത് തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾക്ക് 15 വർഷം മുമ്പ് ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹികളായി വന്ന കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം മലയാളം വായനോത്സവവും വായനാ മത്സരവും തമിഴ് വായനാ മത്സരവും ഒന്നിച്ച് മണ്ണാർക്കാട് GM ബ്യൂട്ടി സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ അന്നത്തെ സെക്രട്ടറി കേശവൻ മാഷ് മരിച്ചു. കേശവൻ മാഷ് ഞങ്ങളോട് എപ്പോഴും പരാതി സങ്കടം പറയുമായിരുന്നു, കുട്ടികളൊന്നും അട്ടപ്പാടിയിൽ നിന്ന് കാര്യമായിട്ട് മണ്ണാർക്കാടേക്ക് പങ്കെടുക്കുന്നില്ല. ഇതൊരു 16-17 വർഷം മുമ്പത്തേക്കാണ് കുട്ടികൾ വരുന്നില്ല. അപ്പൊ ഞങ്ങള് ഉണ്ണിയാട്ട പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി ആയിട്ട് മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്ക് ഈ വായനോത്സവം അട്ടപ്പാടിയിൽ വെച്ച് നടത്താം. മലയാളം വായനോത്സവം മണ്ണാർക്കാട് നടത്തുന്നുണ്ട്, തമിഴ് വായനോത്സവം അട്ടപ്പാടിയിൽ വെച്ചു. അങ്ങനെ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, മലയുടെ അടുത്തേക്ക് മുഹമ്മദ് വന്നില്ലെങ്കിൽ മുഹമ്മദിന്റെ അടുത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ 15 വർഷമായിട്ട് തമിഴ് വായനോത്സവം അകലെ ഹൈസ്കൂളിലോ മട്ടത്തിലുള്ള ഹൈസ്കൂളിലോ ആയിട്ട് മാറിയാണ് നടത്തുന്നത്. പുതൂർ മാത്രം നടത്താതെ അടുത്ത വർഷം അങ്ങനെയാകുമ്പോൾ പുതൂരിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കും. ഈ വായനോത്സവം നടത്തുന്നതിനാണ് 2 പേര്. അറിവാണ് ശക്തി. നമുക്ക് ഓർമ്മ വേണം കേട്ടോ, അറിവ് ആണ് ശക്തി. നോളജ് ഈസ് പവർ എന്ന് പറയും. എന്താ ശക്തി? അറിവ് ശാപമാണ് എന്ന് പറഞ്ഞ അറിവ്. അറിയുന്നത് കുഴപ്പമാണ്. അറിഞ്ഞത് കൊണ്ടാണല്ലോ ആറ്റംബം ഉണ്ടാക്കിയത്. ആറ്റംബം ഉണ്ടാക്കിയത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അറിവ് എന്താവും? അറിവ് ഒരു ശാപം ആയി മാറും. നമുക്ക് അറിവിനെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഒരു അവസ്ഥയ്ക്ക് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് അറിവിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതിനൊരു ശീലം ഉണ്ടാക്കണം. അങ്ങനെ അറിവുണ്ടാവണമെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായന വേണം. വായിക്കണം. ഇതിനാണ് വായിക്കുന്നത് എന്ന് വെച്ചാൽ പണ്ട് ഒരു മലയാളം കവി വെച്ചിട്ടുണ്ട്, വായിപ്പോർക്കരുളുന്ന അനേക വിധമാം വിജ്ഞാനം. ഏതെങ്കിലും വായിപ്പോർക്ക്
ഉചിതോത്തരങ്ങൾ അവിടെ തീർക്കുന്നു. സന്ദേഹവും വാദിപ്പോർക്ക് ഉതകുന്ന യുക്തി പലതും ചൂണ്ടിക്കൊടുക്കും. വൃഥാ വായിപ്പോർക്ക് അരുളുന്നു സാന്ത്വന മനസ്സ്. ഉത്കൃഷ്ടമായ പുസ്തകം. നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് വായന നമ്മെ സഹായിക്കും. വാദിക്കുന്ന ആളുകൾക്ക് വക്കീലാണെങ്കിൽ അത്ര ആളുകൾക്ക് അത് യുക്തി ആണ് കിട്ടുക. അല്ലാത്തവർക്ക് വായിക്കുമ്പോൾ രസം ആണ് കിട്ടുക, സന്തോഷം ആണ് കിട്ടുക, അറിവാണ് കിട്ടുക, പ്രായോഗിക ബുദ്ധിയാണ് കിട്ടുക. വായിക്കണം. വായിച്ചാലാണ് കണ്ണ് തെളിയുക. വായിച്ചാൽ കണ്ണ് തെളിയും. എന്താ കണ്ണ് തെളിയുക? ഇപ്പോഴത്തെ കണ്ണ് തെളിച്ചില്ലേ? ഇനിയോ വായിച്ചാൽ തെളിയുന്ന കണ്ണ് ഏതാണ്? അകക്കണ്ണ്. ഇതിന്റെ അത് അകക്കണ്ണ്. അകക്കണ്ണ് പറഞ്ഞാലോ ഉള്ളിലൊരു കണ്ണ്. ആ കണ്ണ് കൊണ്ടാണ് നമ്മൾ നന്മയെ തിരിച്ചറിയുന്നത്. നന്മയെ തിരിച്ചറിയുന്നത് അകക്കണ്ണ് കൊണ്ടാണ്. പുറക്കണ്ണ് തുറപ്പിക്കാൻ അത് വന്നാൽ മതി. പുറത്തെ കണ്ണ് നമുക്ക് തുറന്ന് കിട്ടാനായിട്ട് വന്നാൽ മതി. അക്കൻ പറയുന്നത് സൂര്യൻ. സൂര്യൻ വരുമ്പോ നമ്മൾ പുറത്തെ കണ്ണ് തുറക്കും. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ഭാഗ്യത്തിലെത്തണം. ആശാൻ വാദ്യാരുടെ സഹായത്തോടെയാണ് അകക്കണ്ണ് തുറക്കുക എന്ന് പറയും. ആ അകക്കണ്ണ് തുറക്കാൻ